വീട്ടിൽ എല്ലാവർക്കും കൂടെ ഒരു സിംഗിൾ ടവൽ അല്ലാണ്ട് അവനവന് ഓരോ ഇൻഡിവിജ്വൽ ടവൽസ് കീപ്പ് ചെയ്യുന്ന ബെറ്റർ ആയിരിക്കും എന്നുള്ളത്. തലയൊക്കെ തോർത്തുകൊണ്ടല്ലാതെ വേറൊരു തോർത്തുകൊണ്ട് ബോഡി തുടച്ചു കഴിഞ്ഞാൽ അത് ബെറ്റർ ആയിരിക്കും എന്നുള്ള കാര്യവും ഞാൻ എക്സ്ട്രാ ആയിട്ട് പറയുന്നില്ല, അതെല്ലാം നിങ്ങൾക്ക് അറിയാമല്ലോ. കുളിച്ച് കഴിയുമ്പോഴത്തേക്കും നമ്മൾ ഓരോരുത്തരും മേല് തുടയ്ക്കുന്നതും തലയോർത്തുന്നതൊക്കെ ഓരോരോ രീതിയിലായിരിക്കും. ബേസിക്കലി നമ്മൾ കറക്റ്റ് ഒരു ടവൽ ടെക്നിക്ക് ഫോളോ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ക്ലീൻ ആയെന്നുണ്ടെങ്കിൽ പോലും ഹൈജീൻ എൻഷുർ ചെയ്യാൻ പറ്റണമെന്നില്ല. ആദ്യം നമ്മൾ മുഖം തോർത്തുക. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ തലയെ അതോ താരം വല്ലതും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ മുഖത്താവും. അപ്പോൾ നമ്മൾ മുഖം തുടച്ച് കഴിയുമ്പോഴത്തേക്കും തല തോർത്തുക. തല തോർത്തി കഴിയുമ്പോഴത്തേക്കും നമ്മുടെ അപ്പർ ബോഡിയാണ് ഫുള്ളൊന്ന് ക്ലീൻ ആക്കേണ്ടത്. അങ്ങനെ നമ്മൾ മൊത്തത്തിൽ ഇത്രയും ഭാഗം, അതായത് ഇതിന് മുകളിലോട്ട് നമ്മൾ ക്ലീൻ ആയി അപ്പർ ബോഡി ഫുള്ള് ഫ്രണ്ടും ബാക്കും എല്ലാം സെറ്റായി കഴിയുമ്പോഴത്തേക്കും നമ്മൾ നേരെ പോകേണ്ടത് ഗ്രോയിൻ ഏരിയയിലോട്ടല്ല, അല്ലെങ്കിൽ ബാക്ക് ഏരിയയിലോട്ടല്ല. ആദ്യം പോകേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കാലുകളിലേക്കാണ്. ഈ കാലുകൾ ഈ തുട തൊട്ട് താഴെ വരെ ഫുള്ളായിട്ട് നമ്മൾ ഡ്രൈ ചെയ്തു എന്ന് ഉറപ്പ് വരുത്തി കഴിയുമ്പോഴത്തേക്കും മാത്രമേ നമ്മുടെ ഗ്രോയിൻ ഏരിയയും ബാക്ക് ഏരിയയും ഫുള്ളായിട്ട് ക്ലീൻ ആക്കാവുള്ളൂ.